രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. വാൽമീകി രാമായണത്തില് രാവണന്മാരുടെ രോമാഞ്ചകരമായ ഘോരവുമായ മഹായുദ്ധം രാത്രിയോ പകലോ മുഹൂർത്ത നേരമോ ക്ഷണനേരമോ പോലും വിരാമമില്ലാതെ നടന്നു. രാവണ യുദ്ധം ഘോരമായി നടന്നുകൊണ്ടിരുന്നു. ആ യുദ്ധത്തിൽ രാഘവന് വിജയം കാണാഞ്ഞപ്പോൾ ഇന്ദ്രസാരഥിയായ മാതലി രാമനെ ഓർമ്മിപ്പിച്ചു. വീരനായ അങ്ങ് അറിവില്ലാത്തവനെ പോലെ എന്താണ് ഇങ്ങനെ പ്രവർത്തിക്കുന്നത്? ഇവന്റെ വധത്തിന് വേണ്ടി അങ്ങ് ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചാലും ഇവന്റെ വിനാശകാലം ഇതാ എത്തിയിരിക്കുന്നു. മാതലിയുടെ വാക്യത്താൽ ഓർമ്മ വന്ന രാമൻ ഭഗവാനായ അഗസ്ത്യ മഹർഷി ആദ്യം രാമന് നൽകിയതും ബ്രഹ്മദത്തവുമായ ആ മഹാസ്ത്രം കയ്യിലെടുത്തു. അതിതേജസ്വിയായ ബ്രഹ്മാവ് പണ്ട് ഇന്ദ്രന് വേണ്ടി നിർമ്മിച്ചതാണിത്. ത്രിലോകങ്ങളെയും ജയിക്കാൻ ആഗ്രഹിച്ച ഇന്ദ്രന് ഇത് നൽകപ്പെട്ടു. പിന്നീട് ഇന്ദ്രൻ അത് അഗസ്ത്യ മഹർഷിക്കും മഹർഷി ആ അസ്ത്രത്തെ രാമനും നൽകി. പ്രളയാഗ്നി പോലെ ജ്വലിക്കുന്ന ആ ശ്രേഷ്ഠ ബാണത്തെ മഹാബലനായ രാമൻ മന്ത്രം ചൊല്ലി വേദപ്രോക്തമായ വിധിപ്രകാരം ശ്രേഷ്ഠമായ വില്ലിൽ തൊടുത്ത് രാവണന്റെ മാറിലേക്ക് അയച്ചു. ആ ശരം ദുരാത്മാവായ രാവണന്റെ ഹൃദയം പിളർന്ന് പ്രാണൻ അപഹരിച്ച ശേഷം ഭൂമിയിൽ പ്രവേശിച്ചു. ആ ബാണം സ്വകൃത്യം നിർവഹിച്ച് വീണ്ടും രാമന്റെ ആവനാഴിയിൽ വന്നു ചേർന്നു. വാനരന്മാർ സന്തുഷ്ടരായി രാഘവന്റെ വിജയത്തെയും രാവണന്റെ വധത്തെയും ഘോഷിച്ചുകൊണ്ട് അലറി. വാനിൽ ദേവദുന്ദുഭികൾ മുഴങ്ങിക്കേട്ടു. പുഷ്പവൃഷ്ടിയുണ്ടായി. ദേവന്മാരെല്ലാം രാമനെ വാഴ്ത്തി സ്തുതിച്ചു. ദിക്കുകളെല്ലാം തെളിഞ്ഞു. വാനം ശോഭിച്ചു. ഭൂമിയും സ്ഥിരമായി നിന്നു. വായു മന്ദമായി വീശിക്കൊണ്ടിരുന്നു. ലക്ഷ്മണനോടൊപ്പം വിഭീഷണ സുഗ്രീവാദികളായ വിശിഷ്ട സുഹൃത്തുക്കൾ ഒത്തുചേർന്ന് സന്തോഷഭരിതരായി അഭിരാമനായ രാമനെ വിധിപൂർവം പൂജിച്ചു. അങ്ങനെ അധർമ്മത്തിൻ്റെ മേൽ ധർമ്മം വിജയിച്ചു. രാവണൻ ശത്രുവാണെങ്കിലും സ്വന്തം സഹോദരൻ മരിച്ചു വീണപ്പോൾ വിഭീഷണൻ ശോകം മൂലം ദുഃഖിച്ചു വിലപിച്ചു. സോദരനായ രാവണന്റെ ഗുണഗണങ്ങളെ വാഴ്ത്തിക്കൊണ്ടാണ് വിഭീഷണൻ വിലപിച്ചത്. പണ്ട് ഞാൻ പറഞ്ഞ വാക്കുകൾ കാമമോഹങ്ങൾ ബാധിച്ച അങ്ങയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അതാണിപ്പോൾ ഇങ്ങനെ വന്നു ചേർന്നത് എന്നെല്ലാം അത് വിഭീഷണൻ വിലപിച്ചുകൊണ്ട് പറയുകയാണ്. ഭ്രാതരം നിഹതം ദൃഷ്ട്വാ ശയാനം രാമനിർജിതം ശോകവേഗപരീതാത്മാ വിലലാപ വിഭീഷണ. രാമനാൽ തോൽപ്പിക്കപ്പെട്ട് കൊല്ലപ്പെട്ട് കിടക്കുന്ന സഹോദരനെ കണ്ട് ശോകവ്യാകുലചിത്തനായ വിഭീഷണൻ വിലപിച്ചു. വീരവിക്രാന്ത വിഖ്യാത വിനീത നയഗോവിത വിശിഷ്ടശയനാർഹ, വധിക്കപ്പെട്ട് വെറും തറയിലിങ്ങനെ കിടക്കുന്നു. തോൾവളകൾ അണിഞ്ഞ നീണ്ട കൈകൾ നിശ്ചലമാക്കിയും സൂര്യനെ പോലെ ജ്വലിക്കുന്ന കിരീടം ഇളകി വീണ്ടും ശയിക്കുന്നല്ലോ. കഷ്ടം, എനിക്കിങ്ങനെ കാണാറായല്ലോ എന്ന് ആ വിഭീഷണൻ വിലപിക്കുകയാണ്. ഞാൻ പണ്ട് പറഞ്ഞത് അങ്ങ് കേട്ടിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു. അഹങ്കാരം മൂലം പ്രഹസ്തനും ഇന്ദ്രജിത്തും കുംഭകർണനും അധിരഥനായ അതികായനും മറ്റുള്ളവരും സ്വയം അങ്ങു തന്നെയും യാതൊന്നു ഗൗനിച്ചില്ലയോ, എൻ്റെ വാക്കിനെ മാനിച്ചില്ലയോ? അതിൻ്റെ ഫലമാണ് ഈ വന്നു ചേർന്നത്.
ആയുധധാരികളിൽ അഗ്രേസരനായ ഈ വീരൻ നിലംപതിച്ചപ്പോൾ നയങ്ങളുടെ ചിറ തകർന്നു, ധർമ്മത്തിൻ്റെ മൂർത്തി പോയി, കരുത്തിൻ്റെ സംക്ഷേപം നശിച്ചു, സ്തുതികളുടെ ഗതി പോയി, ആദിത്യൻ ഭൂമിയിൽ പതിച്ചു, ചന്ദ്രൻ ഇരുളിൽ മറഞ്ഞു, അഗ്നി അണഞ്ഞുപോയി, ഉത്സാഹം ഇല്ലാതായി. ഇതെല്ലാം വിഭീഷണന്റെ വാക്കുകളാണ്. ഈ രാക്ഷസ ശാർദൂലൻ പോർക്കളത്തിലെ പൊടിയിൽ പള്ളി കൊള്ളുമ്പോൾ ഈ വീരനില്ലാതായ ലോകത്തിൽ ഇനി എന്താണ് അവശേഷിക്കുന്നത്? ധൈര്യമാകുന്ന തളിരും സഹനമാകുന്ന താരും തപസ്സാകുന്ന കാതലും ദൃഢശൗര്യമാകുന്ന വീരുമുള്ള രാക്ഷസരാജവൃക്ഷം പോരിൽ രാഘവനാകുന്ന കാറ്റിൽ കടപുഴകി വീണു. തേജസ്സാകുന്ന കൊമ്പുകളും സൽക്കുലമാകുന്ന പിൻഭാഗവും കോപമാകുന്ന അപരഗാത്രവും പ്രസാദമാകുന്ന തുമ്പിക്കൈയുമുള്ള രാവണനാകുന്ന മതയാന രാഘവനാകുന്ന സിംഹത്താൽ പിടിക്കപ്പെട്ട ദേഹത്തോടുകൂടി ഇതാ നിലത്ത് വീണ് കിടക്കുന്നു എന്ന് ആ വിഭീഷണൻ വിലപിച്ചു. പരാക്രമോത്സാഹങ്ങളാകുന്ന കാളുന്ന ജ്വാലകളും നിശ്വാസമാകുന്ന പുകയും സുശക്തിയാകുന്ന ചൂടുമുള്ളതും പ്രതാപം നിറഞ്ഞതുമായ രാക്ഷസാഗ്നിയെ രാമനാകുന്ന കാർമേഘം കെടുത്തിക്കളഞ്ഞു. രാവണനെ ആദ്യം മതയാനയായിട്ടും ആ ആനയെ പിടിച്ച സിംഹമായിട്ട് രാമനെയും പറയുന്നു. രാവണൻ മതയാനയാണെങ്കിൽ ശ്രീരാമനെ സിംഹമായി, അതിനെ പിടികൂടിയ സിംഹമായിട്ടാണ് ഇവിടെ പറഞ്ഞത്. അതേപോലെ അഗ്നിയായിട്ട് രാവണനെ പറയുന്നു, അഗ്നിയെ കെടുത്തിയ കാർമേഘമായിട്ട് രാമനെയും പറഞ്ഞു. രാക്ഷസന്മാരാകുന്ന വാലും പൂഞ്ഞയും കൊമ്പുകളും ഉള്ളതും ശത്രുക്കളെ തോൽപ്പിക്കുന്ന ശൗര്യമാകുന്ന പുളപ്പുള്ളതും വിഷയചാബല്യമാകുന്ന കണ്ണുകളും ചെവികളുമുള്ളതുമായ രാക്ഷസ രാജാവായ കാള ലോകേശ്വരനായ രാമനാകുന്ന വ്യാഘ്രത്താൽ കൊല്ലപ്പെട്ടു കിടക്കുന്നു. രാവണനെ ഇവിടെ കാളയായിട്ടും ശ്രീരാമനെ അതിനെ പിടികൂടിയ വ്യാഘ്രമായിട്ടുമാണ് പറയുന്നത്. അർത്ഥവ്യക്തവും യുക്തിയുക്തവുമായ വിഭീഷണന്റെ വാക്കുകൾ കേട്ട് ശ്രീരാഘവൻ ഇങ്ങനെ അരുളി ചെയ്തു. പറയാണ് വിഭീഷണനോട്, ചണ്ഡവിക്രമനായ ഇവൻ പോരിൽ ഒന്നും ചെയ്യാതെ മരിച്ചതല്ല, അത്യധികമായ ഉത്സാഹത്തോടെ കൂസലില്ലാതെ പൊരുതി വീണതാണിവൻ. ക്ഷത്രിയധർമ്മത്തെ ആശ്രയിക്കുന്നവർ യുദ്ധഭൂമിയിൽ വിജയം കാക്ഷിച്ചുകൊണ്ട് മരിച്ചു വീഴുമ്പോൾ അവരെക്കുറിച്ച് ദുഃഖിക്കരുത്. ധീമാനായ ഏതൊരുവൻ പോരിൽ ഇന്ദ്രനടക്കമുള്ള 3 ലോകങ്ങളെയും വിറപ്പിച്ചുവോ അവൻ മരിച്ചതിനെ ചൊല്ലി ദുഃഖിക്കേണ്ട കാലമല്ലിത്. അങ്ങനെയുള്ള ഒരാളെക്കുറിച്ച് ദുഃഖിച്ച് കരയേണ്ട കാര്യമില്ല എന്ന് പറയാം. യുദ്ധത്തിൽ പതിവായുള്ള വിജയം പണ്ടൊരിക്കലും ഉണ്ടായിട്ടില്ല. എപ്പോഴും യുദ്ധത്തിൽ വിജയം നേടിക്കൊള്ളണമെന്നില്ല. വീരൻ ഒന്നുകിൽ ശത്രുക്കളാൽ കൊല്ലപ്പെടുന്നു, അല്ലെങ്കിൽ പോരിൽ ശത്രുക്കളെ വധിക്കുന്നു. അതാണ് വീരന്റെ ലക്ഷണം. ആ രാവണൻ വീരൻ തന്നെയായിരുന്നു, വീരഗതിയാണ് പ്രാപിച്ചത് എന്ന് പറയാണ്. ഇതുതന്നെയാണ് പൂർവികർ പറഞ്ഞിട്ടുള്ള ക്ഷത്രിയനു ചേർന്ന ഗതി. ക്ഷത്രിയ ധർമ്മം ഇതുതന്നെയാണ്. പോരിൽ വീരസ്വർഗം പ്രാപിക്കണമെങ്കിൽ യുദ്ധത്തിൽ പോരിൽ മരിക്കണം, അങ്ങനെ വീരസ്വർഗം നേടാം. അല്ലെങ്കിൽ ജയവും കീർത്തിയും ഐശ്വര്യവുമൊക്കെ നേടാം. ഇതിൽ രണ്ടാലൊന്നാണ് ക്ഷത്രിയന്. ആ ക്ഷത്രിയ ധർമ്മം തന്നെയാണ് ഇവിടെ നടന്നത്. അതുകൊണ്ട് ആ വീരൻ തന്നെയാണ് രാവണൻ. ദോഷമൊന്നും വന്നിട്ടില്ല. ആ രാവണനെ കുറിച്ച് ഇങ്ങനെ വിലപിക്കരുതെന്ന് പറയാണ്. ഈ നിശ്ചയം ഓർമ്മിച്ചും തത്വം മനസ്സിലാക്കിയും വ്യസനമകറ്റി ഇനി ചെയ്യേണ്ട കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുകയാണ് വേണ്ടത് എന്നെല്ലാം ശ്രീരാമൻ വിഭീഷണനോട് പറഞ്ഞു. സന്തപ്തനായ വിഭീഷണൻ രാഘവന്റെ ആ വാക്ക് കേട്ട് രാമനോട് ഭ്രാതൃഹിതത്തിനായി ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. തൻ്റെ ജ്യേഷ്ഠന് ചെയ്യേണ്ട കർമ്മങ്ങളെക്കുറിച്ച് ആഗ്രഹം എന്താണെന്ന് പറയുകയാണ്. യുദ്ധങ്ങളിൽ സകല ദേവന്മാരോടുമൊത്ത ഇന്ദ്രനോട് പോലും തോറ്റിട്ടില്ലാത്ത ഇദ്ദേഹം ഇന്നു പോരിൽ അങ്ങയോടെതിർത്ത് കരയോടേറ്റ കടൽ പോലെ തകർന്നുപോയി. ഇദ്ദേഹം വിലയേറിയ വസ്തുക്കൾ ദാനം ചെയ്തു, ഭോഗങ്ങൾ ഭുജിച്ചു, സേവകരെയും സുഹൃത്തുക്കളെയും സൽക്കരിച്ചു, സമ്പത്തുകൾ നൽകി.
ശത്രുക്കളോട് പക വീട്ടുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം അഗ്നിഹോത്രം നടത്തിയവനാണ്, മഹാതപസ് ചെയ്തവനാണ്, വേദാന്തവിത്തും ഉത്തമ കർമ്മശൂരനുമാണ്. മരണം വരിച്ച ഇദ്ദേഹത്തിന് ചെയ്യേണ്ട കർമ്മങ്ങൾ അങ്ങയുടെ അനുഗ്രഹത്തോടെ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് വിഭീഷണൻ ശ്രീരാമനെ അറിയിച്ചു. സതസ്യ വാക്യൈ കരുണൈ മഹാത്മാ സംബോധിത സാധു വിഭീഷണേന ആജ്ഞാപയാമാസ നരേന്ദ്രസൂനു സ്വർഗീയമാധാനമദീന സത്വാം. ഇങ്ങനെയുള്ള ദയനീയമായ വാക്കുകളിൽ വിഭീഷണൻ വഴിപോലെ ഉണർത്തിയപ്പോൾ മഹാത്മാവായ രാമൻ ആ രാവണന് സ്വർഗപ്രാപ്തികരമായ കർമ്മങ്ങൾ ചെയ്യാനായിട്ട് വിഭീഷണനോട് ആജ്ഞാപിച്ചു. മരണം വരെയേ വൈരം നിലനിൽക്കുള്ളൂ, മരണാനന്തരം ആ വൈരമൊന്നും നിലനിർത്താൻ പാടില്ലെന്ന് ധർമാത്മാവായ രാമന് അറിയാം. ആ രാവണന് വേണ്ട സൽക്കർമ്മങ്ങൾ ചെയ്യാൻ, അതായത് സ്വർഗപ്രാപ്തികരമായ കർമ്മങ്ങൾ ചെയ്യാൻ വിഭീഷണനെ നിയോഗിച്ചു. കർമ്മങ്ങളെല്ലാം ചെയ്യാണ് വിഭീഷണൻ. പിന്നെ അഗ്നിഹോത്രികളെ എങ്ങനെ ദഹിപ്പിക്കുന്നു അഗ്നിഹോത്രത്താൽ, അതുപോലെ ആ രാവണന്റെ ദേഹം സംസ്കാരം ചെയ്യുന്നതാണ് വിഭീഷണൻ. സ്ത്രീകളെല്ലാം വന്ന് വിലപിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ഭാഗങ്ങൾ അടുത്ത സർഗങ്ങളിൽ കേൾക്കാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. യത്ര യത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര ഹൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താ ന്യായേന മാർഗേണ മഹിം മഹീഷാ, ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം, ലോകാ സമസ്ത സുഖിനോ ഭവന്തു, ലോകാ സമസ്ത സുഖിനോ ഭവന്തു, ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതിസ്വഭാവാൽ കരോമി യത്തിൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ശ്രീകൃഷ്ണാർപ്പണമസ്തു. ശ്രീ ജഗദംബാർപ്പണമസ്തു. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം തത്സത്.